ക്രിസ്മസ് ആഘോഷം തുടങ്ങുന്നത് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പാലപ്പവും കറിയും കഴിച്ചുകൊണ്ടാണ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ ക്രിസ്മസ് കാലങ്ങളിൽ ഉണ്ടാക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള പാലപ്പം റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിക്കെട്ട് പോലുള്ള പാലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. അപ്പം ഉണ്ടാക്കാനായി ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിൽ ഒരു 4 മണിക്കൂർ കുതിർത്ത് വയ്ക്കാം. അരി കുതിരാൻ വെച്ച സമയം കൊണ്ട് നമ്മൾക്ക് അപ്പത്തിന് വേണ്ടിയിട്ടുള്ള കപ്പി കാച്ചിയെടുക്കാം. അതിനുവേണ്ടി ഒരു സോസ് പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ റവയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അരിപ്പൊടിയോ പുട്ടുപൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ച് നല്ല കുറുക്ക് പരുവത്തിലാക്കി എടുക്കണം. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായി ഒന്ന് കുറുക്ക് പരുവത്തിലായി കിട്ടും. നിങ്ങൾ എപ്പോഴും അപ്പം ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കപ്പി കാച്ചി ഒഴിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് തണുത്താലും നല്ല പഞ്ഞി പോലിരിക്കുന്ന അപ്പം കിട്ടുകയുള്ളൂ. ഇപ്പോൾ റവയൊക്കെ നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമ്മൾക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. നമ്മൾ അരിയൊക്കെ അരയ്ക്കാനുള്ള പാകമാകുമ്പോഴത്തേനും ഇതും നന്നായി തണുത്ത് വരും. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലിട്ട പച്ചരിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി നമ്മൾക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഇപ്പോൾ അരിയും തേങ്ങയും ഒക്കെ നന്നായി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റവ കപ്പി കാച്ചിയത് ഒഴിച്ചു കൊടുക്കാം. നല്ല പാകത്തിന് തണുത്ത് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് റവയ്ക്ക് പകരം അരിപ്പൊടി വേണമെങ്കിലും ഇതുപോലെ കുറുക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തു കൊണ്ടുവരാം. ഇപ്പോൾ അപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി അടച്ചു വെച്ച് നമ്മൾക്ക് ഫെർമെന്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം. ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായി പൊങ്ങി കിട്ടും. ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഞാനിവിടെ പാത്രം തുറന്നു നോക്കുന്നത്. അപ്പോഴേക്കും മാവ് നന്നായി പൊങ്ങി വന്ന് കുറച്ച് തൂവി പോയിരുന്നു. അപ്പത്തിനുള്ള മാവ് ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് അപ്പം ചുട്ടെടുക്കാം. നല്ല ചൂടായ അപ്പച്ചട്ടിയിലേക്ക് 1.25 തവി മാവ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇത് മൂടി അടച്ചു വെച്ച് അപ്പം വേവുന്നത് വരെ നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ചട്ടിയിൽ നിന്നെടുക്കാം. നല്ല പൂവ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരികൊക്കെ നല്ല മൊരിഞ്ഞ് നടുഭാഗം നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന അടിപൊളി പാലപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും.